മധു മുല്ലശ്ശേരി തികഞ്ഞ വർഗീയവാദിയാണെന്ന് മനസ്സിലാക്കുന്നതിൽ പാർട്ടിക്ക് തെറ്റുപറ്റിയെന്ന് സിപിഎം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ്. വർഷങ്ങളോളം പാർട്ടി നൽകിയ ക്ലാസുകൾ മധു ഉൾക്കൊണ്ടില്ല എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. മധു തികഞ്ഞ ജാതീയത കൊണ്ടു നടക്കുന്നയാളാണെന്ന് മനസ്സിലാക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ലെന്നും വി ജോയ് ന്യൂസ് 18 Q18 പറഞ്ഞു. ഇയാൾ ഈ രൂപത്തിലും ഭാവത്തിലും എല്ലാം പാർട്ടിയിൽ വന്നപ്പോഴും ഞങ്ങൾ കൊടുത്ത ക്ലാസുകളും ഞങ്ങൾ പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങളും ഒന്നും ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ പോയില്ല. ഒരു തികഞ്ഞ ഒരു വർഗീയ മനസ്സിനുള്ളിൽ സൂക്ഷിച്ച ആളാണെന്നുള്ളത് ഞങ്ങൾക്ക് ഇപ്പോൾ ഈ സംഭാഷണം വരുമ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഇടയ്ക്ക് കമ്മിറ്റികളിൽ സഹാക്കൾ എന്നോട് പറയാറുണ്ട്, ഒരു തൻ്റേട് തരം, എല്ലാവരും എൻ്റെ കീഴെയാണ് എന്ന ഒരു നിലപാട്, ധാർഷ്ട്യം, ധിക്കാരം, ബാക്കിയുള്ളവരെല്ലാം പുച്ഛമാണ്, എല്ലാവരോടും പുച്ഛമാണ്, ഇങ്ങനെ ചില സമീപനം തുടരെ ഈ ഏരിയ സെക്രട്ടറി സ്വീകരിക്കാറുണ്ട് എന്ന് പാർട്ടിയിലെ ഏരിയ കമ്മിറ്റി മെമ്പർമാരും താഴെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരും എല്ലാം പരാതി പലപ്പോഴായിട്ട് എന്നോട് പറയാറുണ്ടായിരുന്നു. പക്ഷെ അതിപ്പോഴാണ് മനസ്സിലായത്, ഇയാളുടെ മനസ്സിൽ തികഞ്ഞ ഒരു വർഗീയവാദിയാണ്, അല്ലെങ്കിൽ ജാതി കൊണ്ടു നടക്കുന്ന ആളാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അത് ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അങ്ങനെ ഒരാളെ നമുക്ക് ആ നിലയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. ഭാരത കത്തോലിക്ക സഭയ്ക്ക് അഭിമാനമായി ചങ്ങനാശ്ശേരി മാമൂട് സ്വദേശിയായ മാർ ജോർജ് കൂവക്കാട്ട് കർദിനാളായി അഭിഷിക്തനായി. ഇന്നലെ ഇന്ത്യൻ സമയം രാത്രി 9 വത്തിക്കാനിൽ നടന്ന ചടങ്ങിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ സ്ഥാനചിഹ്നങ്ങൾ അണിയിച്ചതോടെയാണ് വൈദിക പദവിയിൽ നിന്ന് നേരിട്ട് ആദ്യമായ ഒരു ഇന്ത്യക്കാരൻ കർദിനാളായത്. വത്തിക്കാനിൽ നിന്നും ഫാദർ പ്രിൻസ് തെക്കേപ്പുറത്തിന്റെ റിപ്പോർട്ട്. മലയാളികളായ നമ്മളെല്ലാവരും കാത്തിരുന്ന മനോഹരമായ നിമിഷങ്ങൾക്കാണ് വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക സാക്ഷ്യം വഹിച്ചത്. ജോർജ് കൂവക്കാട് കർദിനാൾ ജോർജ് കൂവക്കാടായി മാറിയിരിക്കുകയാണ്. മാർപ്പാപ്പയുടെ ഉപദേശക സമിതിയിലും പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള കർദിനാൾ സംഘത്തിലും അദ്ദേഹം അംഗമായിരിക്കുന്നതിൽ നമുക്കേവർക്കും അഭിമാനിക്കാൻ വകയുണ്ട്. പൗരസ്ത്യ സഭ പാരമ്പര്യപ്രകാരമുള്ള തിരുവസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ടാണ് മാർ ജോർജ് കൂവക്കാട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മുന്നിൽ മുട്ടുകുത്തിയതും അദ്ദേഹത്തെ തലപ്പാവ് അണിയിച്ചതും നമ്മൾ കണ്ടു. മറ്റ് കർദിനാൾമാരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള തലപ്പാവാണ്. അദ്ദേഹം പൗരസ്ത്യ സഭാംഗമായതുകൊണ്ടാണ്, പൗരസ്ത്യ സഭയായ സീറോ മലബാർ സഭയിലെ അംഗമായതുകൊണ്ടാണ് അപ്രകാരം ഒരു വ്യത്യാസം നമ്മൾ കണ്ടത്. കൂടാതെ ആ ഏതാനും നിമിഷങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പയോടൊത്ത് മനോഹരമായ നമ്മൾ കണ്ടു. അവർ തമ്മിലുള്ള ആ ഒരു ഇഴയടുപ്പം നമുക്ക് ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിച്ചു. ഈ സുന്ദരമായ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച് പ്രാർത്ഥനയോടെ കാത്തിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ആശംസകളും നന്ദിയും അറിയിച്ചുകൊണ്ട് ന്യൂസ് 18 വേണ്ടി ഫാദർ പ്രിൻസ് തെക്കേപ്പുറം ഫ്രം വത്തിക്കാൻ. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ മോചനത്തിൽ അന്തിമ ഉത്തരവ് ഇന്നുണ്ടായേക്കും. റിയാദിലെ ക്രിമിനൽ കോടതി കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കും. ജയിൽ മോചന വാർത്തയ്ക്കായി കാത്തിരിക്കുകയാണ് അബ്ദുറഹീമിന്റെ കുടുംബം. 18 വർഷമായി സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട കേസ് കഴിഞ്ഞ നവംബർ 17-നാണ് കോടതി അവസാനമായി പരിഗണിച്ചത്. അന്ന് ഉത്തരവുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും റിയാദിലെ ക്രിമിനൽ കോടതി കേസ് ഇന്ന് പരിഗണിക്കാനായി മാറ്റിവെക്കുകയായിരുന്നു. ജൂലൈ 2-ന് വധശിക്ഷ റദ്ദാക്കിയെങ്കിലും പബ്ലിക് ഒഫൻസുമായി ബന്ധപ്പെട്ട കേസ് തീർപ്പാക്കാത്തതിനാലാണ് ജയിൽ മോചനം നീണ്ടുപോയത്. പ്രോസിക്യൂഷൻ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലെ കണ്ടെത്തലുകളാണ് അവസാനം കേസ് പരിഗണിച്ചപ്പോൾ റഹീമിന് തിരിച്ചടിയായത്. 2006-ലാണ് റഹീം സൗദിയിലെത്തിയത്. ജോലിക്കെത്തി 1 മാസം തികയും മുൻപ് സ്പോൺസറായ സൗദി പൗരന്റെ മകൻ മരിച്ച കേസിലാണ് ജയിലിൽ അടക്കപ്പെട്ടത്. മരിച്ചയാളുടെ കുടുംബം ആവശ്യപ്പെട്ട ദിയാധനം നൽകിയതിനെ തുടർന്നാണ് പിന്നീട് വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കിയത്. 18 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് മാതാവ് ഫാത്തിമ കഴിഞ്ഞ മാസം റഹീമിനെ ജയിലിലെത്തി കണ്ടിരുന്നു. നാളെ മോചനത്തിനുള്ള ഉത്തരവുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് റഹീമിന്റെ ഉമ്മ ഫാത്തിമയും മറ്റു ബന്ധുക്കളും. മോചന ഉത്തരവുണ്ടായാലും മേൽക്കോടതിയും ഗവർണറേറ്റും ഇത് അംഗീകരിക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമാകും ജയിൽ മോചനം സാധ്യമാകുക. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18.